വെറുതെ ഒന്ന് കൈ വയറുമേൽ വെക്കുക. എന്നിട്ടൊരു 4 സെക്കൻഡ് ശ്വാസം ഉള്ളോട്ടെടുക്കുക, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, ഒരു 6 സെക്കൻഡ് പുറത്താക്കി വിടുക. നിങ്ങളുടെ വയറിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ശൂന്യത ഒന്ന് ഫീൽ ചെയ്യുക. നിങ്ങളിപ്പം വിശപ്പ് അനുഭവിക്കുന്നുണ്ട്. ആ വിശപ്പിനെ അങ്ങോട്ട് എതിർക്കാനൊന്നും പോകണ്ട. അതൊരു അടിയന്തരാവസ്ഥയൊന്നുമല്ല, അത് ഒരു സന്ദേശമാണ്. ഓക്കെ, നിങ്ങളുടെ തലച്ചോറിലേക്ക് ഒരു സന്ദേശം നൽകണം. ഇനി നിങ്ങൾ കയ്യിൽ ഒരു ഈന്തപ്പഴം ഉണ്ട് എന്ന് കരുതുക. ഇപ്പം നിങ്ങൾ നോമ്പിലാണ്, അതുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റൂല. ഇപ്പം ഏതാണ്ട് 5:30 സമയമായി. ഇപ്പം ഈ ഈന്തപ്പഴത്തിന് ഈ വിശക്കുന്ന സാഹചര്യത്തിൽ സ്വർണത്തെക്കാളും വിലപ്പെട്ട ഒന്നാണ്. ആ ഈന്തപ്പഴത്തിലേക്ക് പതിയെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു അൽഹംദുലില്ലാ, താങ്ക്സ് ഗോഡ് എന്ന് പറയാം. ഈ ഈന്തപ്പഴം നിങ്ങൾക്ക് തന്ന പടച്ചവന് സ്തുതി പറയാം. എന്നിട്ട് നിങ്ങൾ പാവനിലൂടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നാവിൽ വെക്കുക. ആ നാവിൽ അത് സ്പർശിക്കുന്നതൊന്ന് ഫീൽ ചെയ്യുക. പതിയെ ഒന്ന് ചവക്കുക. അപ്പം നിങ്ങൾ വിശപ്പിൻ്റെ മാധുര്യം കൂടുതൽ ശക്തമായിട്ട് തോന്നുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇനി അടുത്തത്, നിങ്ങളടുത്ത് ചെറിയൊരു സ്പൂണ് തൈര്. ആ തൈര് എടുക്കുന്നു, അതിൻ്റെ തണുപ്പ് അനുഭവിക്കുന്നു. ഒരു ചെറിയ 2 വർഷം ബദാം, ഒരു 10 എണ്ണം. ഇപ്പം നിങ്ങൾക്കത് കഴിക്കാൻ പറ്റാത്ത ഇതാണ്. നമ്മളത് വെറുതെ ഇമാജിൻ ചെയ്യാണ്. ഇപ്പം ഒരു ചെറിയ സിപ്പ് വെള്ളം എടുത്ത് നമ്മളിങ്ങനെ കുടിക്കുന്നതായിട്ട് ചിന്തിക്കുക. അത് വായിൽ നാവുമ്പോൾ പതിയുന്നു. എന്നിട്ട് ഇങ്ങനെ ഇറങ്ങുന്നതായിട്ട്, മൃദുലമായിട്ട് തൊണ്ടയിലൂടെ ഇങ്ങനെ ഇറങ്ങുന്നതായിട്ട് ചെയ്യുക. എന്നിട്ട് സ്വയം ഒന്ന് ചോദിക്കുക, ഇനിയിപ്പം മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിതപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുക, അവിടെ ഞാൻ അതൊരു യുദ്ധക്കളമാക്കി മാറ്റുമോ, അല്ലെങ്കിൽ ആ ഭക്ഷണത്തെ ഞാൻ ബഹുമാനിക്കുമോ? സ്വയം ഒന്ന് ചോദിക്കുക. അവിടെ ഒരു യുദ്ധക്കളമാവുമോ, അതോ ഭക്ഷണത്തെ ബഹുമാനിക്കുമോ, ആദരിക്കുമോ? ആദ്യ ഈന്തപ്പഴം കഴിച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് നിർത്തുന്നു. ആ 30 സെക്കൻഡ് എന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കുന്നു, എന്നിട്ട് നമസ്കരിക്കുന്നു, എന്നിട്ട് പതിയെ ഭക്ഷണം കഴിക്കുന്നു. ഇനി പതിയെ കണ്ണടിച്ചോലൊക്കെ ഒന്ന് കണ്ണ് തുറക്കുക. ഇപ്പം വിശപ്പ് മാറിയോ? അല്ലേ? പലപ്പോഴും